ആ ഹിന്ദി പാട്ടൊന്ന് ശരിയായിട്ടുള്ള വേർഷൻ ഒന്ന് പാടും. ആ പാടാം. തേരെ ദിൽ ने सुन लिया ने तेरा दिल दिया राह तू जो मेरे नाल तुरे तुर पे मेरी आसा जीना मेरा उन्हा तेरा कि मैं करा तो कर एतबार मेरा ये करा इंतजार तेरा तो दिल तो यूं चाह मेरी जान मेरी. സിനിമ, പ്ലേ ബാക്ക് സിംഗിങ്, അങ്ങനത്തെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ? അങ്ങനെ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഒരാൾ എഴുതി എന്നെ കമ്പോസ് ചെയ്തിട്ട് എനിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഓരോരുത്തരൊക്കെ വരുമ്പോ ഇപ്പൊ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് അവരൊന്ന് പറയും ഞാൻ അങ്ങനെ ഒരു കമ്പോസറാണ്. അപ്പൊ ഞാൻ അവരോട് പറയാറുണ്ട്. പക്ഷെ നമ്മളിപ്പോ അവിടെ നിന്ന് കിട്ടണ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫോളോ അപ്പ് ഇല്ല. അതാണ് പ്രശ്നം. അപ്പൊ ഇങ്ങനെ കുറെ പേര് ഇപ്പൊ ഇവിടെ അടുത്ത് തന്നെ ഒരു ഷോപ്പിൽ നിന്ന് പാടായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കുക. അപ്പൊ ഒരു ചേട്ടൻ ആള് കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല, ഓവറായിട്ടല്ല, എന്നാലും ബോധമുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എടാ ഒരു പാട്ട്. ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്ന് പാടാം. അപ്പൊ ആള് വന്നു ഒരു പാട്ട്, ഈ പാട്ടൊന്നും എനിക്ക് പാടിത്തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പാടി കൊടുത്തു. അപ്പൊ ആൾക്കാർ സന്തോഷമായി. അപ്പൊ ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എടാ ഞാനിങ്ങനെ ഒരു സൗണ്ടിന്റെ ഒക്കെ ആളാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഫോളോ അപ്പ് എനിക്ക് കിട്ടിയത്. അപ്പൊ ആ ചേട്ടനാണെങ്കിലും പിന്നെ അവിടുന്ന് സപ്പോർട്ടായി. എന്നെ വിടുന്നില്ല. പാടി 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 ഞാൻ തോറ്റു. ചേട്ടൻ്റെ അടുത്ത് ചേട്ടാ ഞാൻ ഇനി ചേട്ടൻ എത്ര സോങ്ങാണ് പാടിത്തരാം. ഇപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ വന്നതാണ്, ഇനിയിപ്പോൾ റൂമിലേക്ക് പോകണം, വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിപാടി തരാം, ആളുടെ അച്ഛൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു പിന്നെ ആൾ കോൺടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ വിചാരിച്ചു അത് വിട്ടെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആള് വിളിച്ചു എടാ നീ വരുന്നില്ലേ, ഞാൻ എല്ലാ സെറ്റപ്പ് കൂടെ നടത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ പോയിട്ട് ആള് ട്രീറ്റ് ചെയ്ത കാര്യങ്ങളാണെങ്കിലും പക്ക. അത് ശരിക്കും അങ്ങനെ ട്രീറ്റിങ് കിട്ടണത് നമ്മുടെ മ്യൂസിക്കിന്റെ ആ ഒരു ഇതുകൊണ്ടാണ് എനിക്ക് അങ്ങനത്തെ പല ട്രീറ്റിങ് കിട്ടിയിട്ടുള്ളത്. സ്വഭാവത്തിന്റെ അല്ല, ആ പാട്ടിന്റെ ഇഷ്ടം കൊണ്ട് നമ്മളങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരുകളൊക്കെ ഉണ്ട്. ഒരു മ്യൂസീഷ്യൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു സിംഗർ എന്നുള്ള രീതിയിലൊക്കെ ഏത് മ്യൂസിക് ഡയറക്ടർ ഏറ്റവും ഇഷ്ടം, ഒരു ഐഡലായിട്ടൊക്കെ കാണുന്ന ആരെയാ? എനിക്ക് ദീപക് സാറിന് ഭയങ്കര ഇഷ്ടമാണ്. ദീപക് സാറിന്റെ മറ്റേ അത് എപ്പോഴും പറഞ്ഞൊരു സോങ്ങാണ് നീല നീല. ആ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ ആ സാറിനാണ് കൂടുതൽ സാറിന്റെ സോങ്ങുകളാണ് ഞാൻ കൂടുതൽ വിൽക്കാറ്. ഓക്കെ. മ്യൂസിക് ഡയറക്ഷൻ അങ്ങനെ ആഗ്രഹങ്ങളുണ്ടോ? അങ്ങനെ ചേട്ടാ ആഗ്രഹമൊക്കെ ഉണ്ട്, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ല. പിന്നെ എനിക്ക് കൂടുതൽ ഇങ്ങനെ പാടാൻ ഇഷ്ടം, ഒരു പെർഫോമർ ആവാനാണ് ഇഷ്ടം. എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ ഓക്കെ ഓക്കെ. ദീപദേവിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് നില തന്നെയാണോ? അതാണ്, ഞാൻ എല്ലായിടത്തും പാടണ ഒരു സോങ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. പാടാവോ? അത് പാടാം. കണ്ണാടിക്കടമിഴി മുന്നിൽ പൊന്നണിഞ്ഞ തിരുനീയോ മായല്ലേ മായല്ലേ കളിവാക്കി മുനയുടെ നാവിൽ ഉള്ളു തന്നെ എന്നാലോ തേനായി നീ പറയല്ലേ എന്റെ കാതിൽ പതിയെ നീ ഞാനല്ലേ നീല മിഴിയേ നീല നീല മൊഴിയേ ഒളിയമ്പിനരുതേ ഇനി എൻ്റെ ജന്മസഖിയേ. ഈ സംഗതികളൊക്കെ എങ്ങനെയാ വരുന്നത്? സംഗതി ഇട്ടിട്ടിട്ട് അങ്ങനെ ശീലായതാ. ചില സംഗതികളൊക്കെ എപ്പോഴും ഒരു പാട്ട് പാടി കഴിയുമ്പോൾ വരും. പിന്നെ ഞാൻ പാട്ട് പാടുന്നതിന്റെ തുടക്കം എന്തെങ്കിലും അങ്ങനെ സംഭവം എടുക്കും. കാരണം അത് എടുത്തില്ലെങ്കിൽ ആ പാട്ടിലേക്ക് കറക്റ്റ് ഇടും. കാരണം നമുക്ക് പിച്ച് ഒന്നും അത് ഓവറായിരിക്കും. ഞാൻ ഭയങ്കര പിച്ചില് പാടാം.
അപ്പൊ ചിലവര് ഇപ്പൊ പറയും നിന്റെ കൂടെ പറ്റുന്നില്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. പിച്ചുകൊണ്ട് അപ്പൊ എനിക്കാണെങ്കിൽ സ്ലോവിലും പാടാനും പറ്റില്ല. അപ്പൊ പിച്ച് കൂട്ടിട്ടായിരിക്കും കൂടുതൽ പാടാം. കാരണം ഈ പുറത്ത് ബസ്ക് ചെയ്ത് സൗണ്ട് ഓൾറെഡി അങ്ങനെ ആയി തുടങ്ങി. ഈ ഡിസ്കറേജ് ചെയ്ത ആളുകളൊക്കെ ഇപ്പൊ വളർച്ച കാണുമ്പോ എന്തെങ്കിലും പറയാറുണ്ടോ? ഉണ്ടോന്നാ ഇപ്പഴേ വരെ ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം ആദ്യമൊക്കെ നമ്മളോട് പറയുന്ന ആൾക്കാർ ഇപ്പൊ എല്ലാരും പറയുന്ന സംഭവം എല്ലാ ഇൻഫ്ലുവൻസേഴ്സും പറഞ്ഞിട്ടുണ്ടാവുന്നത്. അതായത് നമ്മൾ പുറത്തു പോകുമ്പോ പറയും, ഇപ്പൊ മൈൻഡ് വെക്കാത്ത ഫ്രണ്ട്സ് വരെ ഉണ്ടാവും ഇഷ്ടംപോലെ ആൾക്കാർ. പക്ഷെ ഇപ്പൊ എന്നൊക്കെ പറയുമ്പോ നിതീഷല്ലേ നമ്മുടെ ഫ്രണ്ട്, അത് കേട്ടിട്ടുണ്ട്. കാരണം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കുറെ. കാരണം ആദ്യം മൈൻഡ് വെക്കാത്ത ആൾക്കാരുകൾ വരെ ഇപ്പൊ മൈൻഡ് വെക്കുന്നുണ്ട്, നമ്മളിവിടെ പാടണം എന്നുള്ള ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പൊ ഓരോരുത്തരും ഇനി വന്നുകൊണ്ടിരിക്കുന്നു. ഇൻവെസ്റ്റ്മെന്റ് ആണെന്നൊക്കെ പറയുന്നത് കറക്റ്റാണ്. എന്തൊക്കെയാ ഭാവി പരിപാടികള്? ഭാവി പരിപാടി പാട്ട് തന്നെയാ. ഇനിയിപ്പോ ഞങ്ങളിപ്പോ അതൊക്കെ എല്ലാരും കൂടി ടീമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാണ്. അപ്പൊ ഓരോരുത്തരും ഇങ്ങനെ ഇപ്പൊ നന്ദു ആണെങ്കിലും നന്ദു ഇങ്ങനെ ഫുഡിന്റെ കാര്യങ്ങളും അതൊക്കെയാണ് കൂടുതൽ ചെയ്യണത്. അപ്പൊ നന്ദുനാണെങ്കിലും ഇപ്പൊ ഞങ്ങളുടെ റൂമിലാണെങ്കിലും ഓരോരുത്തവരിങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പനസാണെങ്കിലും പ്രാങ്ക്, ഇപ്പൊ നന്ദു ആണെങ്കിലും ഫുഡ്. അപ്പൊ ഞാൻ നന്ദുവിന്റെ അടുത്ത് പറയും, നന്ദുവാ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലടാ. അത് ഞങ്ങള് വെറുതെ ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോ പെട്ടെന്ന് കിട്ടിയ നന്ദു തോന്നുന്നു, നന്ദു എന്തായാലും ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടാ, നീ എന്തായാലും കുക്ക് ചെയ്യുന്നുണ്ട്, എന്തായാലും നമ്മള് റൂമിൽ ഫുഡൊക്കെ വെക്കും. കാരണം അവൻ നന്നായിട്ട് ഫുഡൊക്കെ വെക്കും. അപ്പൊ നന്ദൂര് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നീ ഫുഡ് വ്ളോഗ് പടക്കി എങ്ങനെ പോയില്ല ചിലപ്പോ കലക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു അങ്ങനെ നമുക്ക് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് അന്ന് തന്നെ വൈകുന്നേരം പോയി വീഡിയോ എടുത്തു. വീഡിയോ പിറ്റേ ദിവസം പോസ്റ്റ് ചെയ്ത് ഇപ്പൊ ഹാപ്പിയാണ്, ചിരിക്കുന്നത്. അപ്പൊ അവനാണെങ്കിലും അവന് ഡിഫറൻസ് വന്നിട്ടുണ്ട്. കാരണം ഇപ്പൊ എന്റെ വീഡിയോയിലാണെങ്കിലും നന്ദു വരാൻ ചോദിക്കുന്നവരുണ്ട്. കാരണം അവനാണ് എന്റെ അടുത്ത് കൂടുതൽ ചോദിക്കടാ എന്താ ദിശ ചോദിക്കുമ്പോ അവനാണ് കൂടുതൽ ചോദിക്കുക. അവനോട് ഞാൻ കൂടുതൽ ചോദിക്കാറ്. അപ്പൊ ഞാൻ പറയും നന്ദു നമുക്കൊന്ന് ഇത് പഠിച്ചാലോ എന്ന് പറയുമ്പോ അങ്ങനെ പിന്നെ അവനാണ് കൂടുതൽ. ഈ നിതീഷ് ക്യൂൻസ്ബേയില് പാടാൻ പോയിട്ട് അവിടെ ആള് കൂടിയില്ലെങ്കിൽ പാട്ട് നിർത്തും എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ തുടക്കത്തിൽ നമ്മൾ വിചാരിക്കുന്നത് ശരിക്കും ആള് കൂടില്ലേ, അത് വല്ലാത്തൊരു ഹുക്കാ. അതിനായിട്ട് ആളുകൾ കൂടുന്ന കാണുമ്പോ അത് നമുക്കൊരു വലിയ സന്തോഷമാണ്, വലിയ മോട്ടിവേഷനാണ്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം അത് എടുക്കുമ്പോ തന്നെ നമുക്ക് കോൺഫിഡന്റ് ഇല്ല. അത് ഒന്നാമത്തെ കാര്യം. കാരണം അവിടെ എന്ന് പറയുമ്പോ ഓരോ ടൈമിലായിരിക്കും ആൾക്കാർ വരാം. ഇന്ന ടൈമിലൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാരുകൾ വന്നുകൊണ്ടിരിക്കുക. ചില ആൾക്കാർ മൈൻഡ് വയ്ക്കില്ല, ചില ആൾക്കാർ വരും. പക്ഷെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായാലും അത് പാടിയില്ലെങ്കിൽ അത് വരില്ല, അങ്ങനത്തെ മൈൻഡായിരുന്നു. വരും എന്നാലും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ അവിടെ പോയി പാടി ക്രൗഡ് ഉണ്ടാക്കി. പിന്നെ അവിടെ നിന്ന് ഞാൻ അതിന് മുമ്പും പോവാറുണ്ടായിരുന്നു. പിന്നെ ആ ടൈമിലാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു നല്ല ബുദ്ധിയൊക്കെ ഉദിച്ചത്. പിന്നെ അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് കണ്ടന്റ് എടുത്ത് പിന്നെ വീഡിയോ എടുത്തു. അങ്ങനെ അവരും സപ്പോർട്ടിങ് ആയിരുന്നു, നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. കഴിഞ്ഞപ്പോ പോസിറ്റീവ് ആയിട്ടിരിക്കണം, അല്ലാണ്ട് എന്താ വിഷമിച്ചിരുന്നിട്ടൊക്കെ എന്താ കാര്യം. കാരണം എനിക്കിപ്പോ വിഷമം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ റൂമിലാണെങ്കിലും എന്തെങ്കിലും ഒരു വിഷമമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരോട് പറയുക എന്തോ പാടാൻ പോകാം, പാട്ടാണ്. കാരണം ഞാൻ പാടി കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ്, ഒന്നുമില്ല. ആരില്ല, എനിക്ക് ആരില്ലെങ്കിലും കുഴപ്പമില്ല, ഒറ്റയ്ക്ക് ഇരുന്ന് എവിടെ ഇല്ലെങ്കിലും പാടിയാൽ മതി. അപ്പൊ നന്ദിനോട് ഇങ്ങനെ പറയും, നന്ദ നമുക്ക് പോടാ, ഒന്ന് പുറത്ത് പോയിട്ട് നമുക്കൊന്ന് പാടാം, അപ്പൊ നോക്കിയൂ. പക്ഷെ ഇതുവരെയായിട്ടും ഇപ്പൊ ജിനി ആയിക്കോട്ടെ നന്ദ ആയിക്കോട്ടെ എല്ലാവരും ആയിക്കോട്ടെ ഇവരുടെ എൻ്റെ അടുത്ത് വേണ്ട വേണ്ട ശരിയല്ലേ, അല്ലെങ്കിൽ വെറുതെ എന്തിനാടാ ആൾക്കാരെ ബുദ്ധിമുട്ടി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടാ. എല്ലാവരും എനിക്ക് കിട്ടാന്ന് വെച്ചിട്ട് ഇപ്പൊ നാട്ടിൽ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്, അവര് സപ്പോർട്ടിങ് തന്നെയാണ്. പക്ഷെ ഇപ്പൊ പലവരും പല സ്ഥലങ്ങളിലൊക്കെ പോയി. പക്ഷെ ഇതേപോലത്തെ ഒരു ഫ്രണ്ട്സ് എന്താ പറയാ ലൈഫില് അങ്ങനെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനാണെങ്കിലും കൂടുതൽ അവരെ എൻ്റെ വഴി എങ്ങനെയാണ് അവരെങ്ങനെ നമുക്ക് വളർത്തിക്കൊണ്ട് വരാൻ പറ്റും അതേപോലെ ഞാൻ കൂടുതൽ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നന്ദുവിനാണെങ്കിലും കാരണം അവൻ എപ്പോഴും ഒരു ക്യാമറയുടെ പുറകിൽ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അവനെ കൂടി നമുക്കൊന്ന് കാണിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവൻ അങ്ങനെ ഒരു ഐഡിയ കൊടുത്തു. ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ഇപ്പോൾ ജിനി ആണെങ്കിലും ബ്യൂട്ടി അങ്ങനത്തെ ഡ്രസ്സിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അവരോടാണെങ്കിലും ഞാൻ പറയും ഓരോരുത്തരെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് റൂം ഫുള്ള് ഞങ്ങളൊരു ഇൻഫ്ലുവൻസേഴ്സ് ആക്കാനുള്ള ഒരു പരിപാടിയാണ്. എന്തായാലും സെഷൻ അവസാനിപ്പിക്കുന്നതിനൊക്കെ മുമ്പ് ഒരു പാട്ടോട് കൂടി ഇത് അവസാനിപ്പിക്കാം. ഞാൻ എല്ലായിടത്തും പാടുന്ന സോങ്ങാണ്. അവരെ നോക്കിനാ എവ്വാനെ നാടുവേ കണ്ണാടി മുന്നിൽ பார்த்து கொண்டே உன்றாக செய்திட ஒரு நூறு
நாடகம் ஒத்திகைகள் செய்தெதிர்பார்த்திருந்தே எதிர்பாராமலே அவன் எதிர்பாராமலே அவன் பின்னில் நின்று வந்து என்னை பம்பரமாய் சுருற்றி வைப்பேன் உலகுண்ட பெருவாயன் என்ற வாயோடு வாய் பதித்தார் உன்னை காணாமல் உன்னை காணாமல் ചേട്ടാ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് ഒറ്റാണെങ്കിൽ മതി കാരണം എന്റെ ഫ്രണ്ട്സിനൊന്നും ഇതിൽ കാണിക്കാം ഇതാണ് അപ്പൊ ടീം, അതാണ് ഞങ്ങളുടെ ടീം. നിങ്ങളുടെ ടീമിന് പേരുണ്ടോ? ടീമിന് പേരൊന്നുമില്ല. ഞങ്ങളൊരു ഹോമിലാണ് ഒരുമിച്ച് നിക്കണം. അല്ല ഞങ്ങൾ ഇത്രയും പേരല്ല, കുറച്ച് പേരോട് ഉണ്ട് കേട്ടോ അവരെല്ലാരും. അപ്പൊ എല്ലാരും വീക്കെൻഡ്സ് ഒക്കെ ആവുമ്പോ ഒരുമിച്ച് വരും. ചിലർക്ക് തൃശ്ശൂരൊക്കെ ഉള്ളവരാ. അപ്പൊ ഹോമീസ് ആണ്. അപ്പൊ ഞങ്ങളുടെ ഹോമാണിത്. കൊച്ചിയിൽ ഞങ്ങളൊക്കെ വീട് വിട്ട് ഇവിടെ നിൽക്കുമ്പോ ഇതാണ് ഞങ്ങളുടെ ഹോം. ഇതാണ് നന്ദു. നന്ദുവാണ് എന്താ നിതീഷ പരിപാടി എന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ആള്. നമ്മുടെ പേരെന്താ? നമ്മളോടാണ് ഈ മറ്റേ ഫുഡ് ബ്ലോഗ് ഒക്കെ ചെയ്യാൻ. നന്ദു പിന്നെ ഫുഡിന്റെ അപ്പൊ ഫുഡ് ബ്ലോഗറായി, പ്രാങ്ക് സ്റ്റാർ ആയി. ജെന്നിയാണ് ഈ മറ്റേ ബ്യൂട്ടി ബ്ലോഗർ ചെയ്യുന്നത്. ബ്യൂട്ടി അല്ല, ഞാൻ ആക്ച്വലി ഇതൊന്നും അല്ല, ഞാൻ പ്രൊഫഷണലി നേഴ്സാണ്. അപ്പൊ ഇവരെല്ലാവരുടെയും ഞാൻ ഓവറോൾ ടേക്ക് കെയർ ചെയ്യുന്നതാണ്. ഇതുവരെ ചാനലൊന്നും തുടങ്ങിയിട്ടില്ല, ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങള് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്, എല്ലാരും അത് സപ്പോർട്ട് ചെയ്തോട്ടെ. നിതീഷ് സെഡ് ആർമി സ്റ്റോറീസ് എല്ലാരും സപ്പോർട്ട് ചെയ്തോളൂ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഒറ്റയ്ക്കും അല്ലെങ്കിൽ കൂട്ടായിട്ടൊക്കെ ഉള്ള യാത്രകൾ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. പാട്ട് ഒരിക്കലും കൈവിടാതിരിക്കട്ടെ. ആളുകളെ സർപ്രൈസ് ചെയ്യുക, ആളുകൾക്ക് സന്തോഷം കൊടുക്കുക. എല്ലാവരുടെയും നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു.